നമസ്കാരം. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി കുരുക്ക് മുറുക്കിയിരിക്കുകയാണ്. ആ മുറുക്കിയിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഏകദേശം 12 പ്രതികളുടേതായി 3 കമ്പനികളുടേതായി ഏറെക്കുറെ 29.02 കോടി രൂപ കണ്ടുകെട്ടാനായി ഉത്തരവായിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടുകെട്ടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം അതായത് ഏകദേശം 29 കോടിയിലധികം രൂപ, 29 കോടി 20,000 രൂപയോളം അവിടെ കണ്ടുകെട്ടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്കറിയാം, കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശശിധരൻ കർത്തയുടെ മറ്റ് ബന്ധുക്കൾ അടക്കമുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുന്നത് നമുക്കറിയാം. ഇതിൽ പിണറായി വിജയൻ്റെ മകൾ, അതോടൊപ്പം തന്നെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുമായ വീണ തൈക്കണ്ടിയിലാണ് ഇവിടെ തൈക്കണ്ടിയുടെ സ്വത്ത് കൂടി പിടിച്ചെടുക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ആദ്യം ഉള്ളതെന്ന് വെച്ചാൽ ഇവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന തുക, അങ്ങനെ തുടങ്ങിയ സ്വത്തുക്കളാണ് കണ്ടെത്തുക. പിന്നീട് ഇതിന് ശേഷം അപ്പോൾ ഇതിനെ നിക്ഷേപങ്ങൾ എന്നാണ് പറയുന്നത്. ആ നിക്ഷേപങ്ങൾ ആദ്യം കണ്ടുകെട്ടുന്നു. ഈ നിക്ഷേപങ്ങൾ കണ്ടുകെട്ടി തുടർന്ന് ബാക്കി വരുന്ന നടപടിക്രമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ കെട്ടിടങ്ങളടക്കം, അതായത് വീടുകൾ, അതോടൊപ്പം തന്നെ ഈ ഭൂമി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം സ്വത്തുകൾ കൂടി കണ്ടുകെട്ടും. അപ്പോൾ ഏകദേശം ഇവർ ഇ ഡിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ CMRL, എക്സാലോജിക്കല്ല, CMRL എന്ന് പറയുന്ന നമ്മുടെ ശശിധരൻ കർത്തയുടെ ഈ കമ്പനി കഴിഞ്ഞ 15 വർഷം കൊണ്ടുണ്ടാക്കിയ സാമ്പത്തിക വെട്ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 182 കോടി രൂപയാണ്. 182 കോടി രൂപയുടെ വെട്ടിപ്പാണ് അക്ഷരാർത്ഥത്തിൽ കരിമണൽ കർത്തയുടെ, അല്ലെങ്കിൽ ശശിധരൻ കർത്തയുടെ CMRL എന്ന് പറയുന്ന കമ്പനി നടത്തിയിരിക്കുന്നത് എന്ന ഒരു വിവരമാണ്. ഈ സ്വത്തുക്കളെല്ലാം മരവിപ്പിച്ച അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് 1 രൂപ എടുക്കാനോ 1 രൂപ ഇടാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ ആരുടെയൊക്കെ എത്രയൊക്കെ തുകയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ശശിധരൻ കർത്ത എന്ന് പറയുന്ന SN ശശിധരൻ കർത്ത, അദ്ദേഹത്തിൻ്റേതായി ആകെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ MD ആണ്, സ്ഥാപക MD എന്നറിയപ്പെടും CMRLൻ്റെ. അദ്ദേഹത്തിൻ്റെ 11.7 കോടി രൂപയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ശരൺ S കർത്തയുടേതായി ഈ CMRLൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 2.96 കോടി. അതോടൊപ്പം തന്നെ ജയ S കർത്ത, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഏകദേശം 5.17 കോടി. അനിൽ ആനന്ദ പണിക്കർ, ശശിധരൻ കർത്തയുടെ മരുമകനാണ്. ആ മരുമകൻ്റെ പേരിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. 4.99, ഏകദേശം 5 കോടിക്കകത്ത്. ഷിബി ശശിധരൻ കർത്ത, അതായത് കർത്തയുടെ മകളാണ്. അദ്ദേഹത്തിൻ്റെ അതായത് ഈ അനിൽ ആനന്ദ പണിക്കരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആടെ ഏകദേശം 1.38 കോടി രൂപയും. പിന്നീട് അതോടൊപ്പം വീണ, അതായത് നമ്മുടെ തൈക്കണ്ടിയിൽ വീണ, പിണറായി വിജയൻ്റെ മകൾ, ആ പിണറായി വിജയൻ്റെ മകൾക്ക് ഏകദേശം 1.37 ലക്ഷം രൂപയും, അതായത് എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ MD എന്നുള്ള നിലയിൽ നിന്നുണ്ട്. പിന്നീട് നോക്കുമ്പോൾ അതോടൊപ്പം എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി അതിനകത്ത് ഉൾപ്പെടും. ആ കമ്പനിയുടെ ആസ്തി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ നിക്ഷേപത്തിലുള്ള ഏകദേശം 27,585 രൂപയും അവിടെ നിന്ന് മരവിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന അടുത്ത കമ്പനി, രണ്ടാമത്തെ കമ്പനിയിലേക്ക് പോകുന്നു. ആ രണ്ടാമത്തെ കമ്പനിയിൽ ഏറെക്കുറെ ഇതിൽ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന വീണ വിജയന് അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അവിടെ ഏകദേശം 15 ലക്ഷം രൂപ, 15.57 ലക്ഷം രൂപ അവിടെയുണ്ട്. പിന്നീട് KS സുരേഷ് കുമാർ, ചീഫ് ജനറൽ മാനേജർ, CMRLൻ്റെ ചീഫ് ജനറൽ മാനേജറായ KS സുരേഷ് കുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 18.49 ലക്ഷം രൂപയുണ്ട്. പിന്നീട് ഇതിനോടൊപ്പം മറ്റൊരു കമ്പനി നിപുണ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ആ കമ്പനി ഏകദേശം 59.55 ലക്ഷം രൂപയും അവരുടേതായി മരവിപ്പിച്ചു. പിന്നീട് സൂര്യകല P, അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സുരേഷ് കുമാറിൻ്റെ ഭാര്യ, CMRLൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഏകദേശം 2.5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ഏറെക്കുറെ ഇത്രയും പേരുടെ കയ്യിൽ നിന്നും, 12 പേരുടെ കയ്യിൽ നിന്നും, 3 കമ്പനിയുടെ അക്കൗണ്ടുകളിൽ നിന്നും ഇപ്പോൾ ED മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഈ പറയുന്ന ഇവരുടെ എല്ലാവരുടെയും, അതായത് ഈ 12 പേരടങ്ങുന്ന വ്യക്തികളുടെ സ്വന്തമായ ഭൂമികൾ എല്ലാം ഇവിടുന്ന് എന്താ പറയുക, അതെല്ലാം കണ്ടുകെട്ടുക എന്നുള്ളതാണ് EDയുടെ അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നൊരു കമ്പനി. അപ്പോൾ ഈ പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയാണ് നമുക്കറിയാവുന്ന പോലെ ഈ CMRL. അപ്പോൾ ഈ എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസും അതോടൊപ്പം തന്നെ CMRL എന്ന് പറയുന്ന ഒരു സ്വകാര്യ മൈനിങ്, അതായത് നമുക്ക് കരിമണൽ കടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കമ്പനി, ഈ കമ്പനിയും തമ്മിലുണ്ടാക്കിയ ഒരു കരാറ് എന്നുള്ളതാണ് ഈ ശരിക്കും ഇപ്പോൾ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ പറയുന്ന വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കായി കഴിഞ്ഞ 2017-20, അതായത് 2017 മുതൽ 20 വരെയുള്ള ഒരു കാലഘട്ടത്തിനിടയിൽ നിന്ന് ഏറെക്കുറെ 1.72 കോടി രൂപ, അതായത് ഏകദേശം 1.25 കോടി എന്ന് നമുക്ക് വെക്കാം, 1.25 കോടി രൂപ ഈ പറയുന്ന വീണ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് CMRL നിന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ 3 വർഷം കൊണ്ട് 2017, 18, 19, 20 4 വർഷം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആദായ നികുതി വകുപ്പിൻ്റെ തർക്ക പരിഹാര ബോർഡാണ് ഇങ്ങനെയൊരു ഇടപാട് വീണ വിജയൻ്റെ കമ്പനിയും അതോടൊപ്പം തന്നെ നമ്മുടെ ശശിധരൻ കർത്തയുടെ കമ്പനിയും തമ്മിൽ നടത്തി എന്നുള്ളത് കണ്ടെത്തിയത്. അപ്പോൾ ഈ പറയുന്ന ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് എക്സാലോജിക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാലോജിക് എന്ന് പറയുന്ന IT കമ്പനി CMRL എന്ന് പറയുന്ന ഈ ഒരു കരിമണൽ ഖനന കമ്പനിക്ക് യാതൊരു കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സേവനങ്ങളും, അതാണ് പ്രശ്നം, ഒരു സേവനങ്ങളും നൽകിയിട്ടില്ല എന്നാണ് ഈ പറയുന്ന തർക്കപരിഹാര ബോർഡിൻ്റെ, ആദായ നികുതി വകുപ്പിൻ്റെ തർക്കപരിഹാര ബോർഡിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, കൊടുത്തിരിക്കുന്ന ഏകദേശം 1.25 കോടി രൂപ, 1.72 എന്ന് നമുക്ക് വെക്കാം. ഇത്രയും രൂപ കഴിഞ്ഞ 17 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ നൽകിയിരുന്നു. അതായത് ഈ കരിമണൽ കർത്ത എന്ന് വിളിക്കപ്പെടുന്ന ശശിധരൻ കർത്ത, വീണ തൈക്കണ്ടിയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വീണ വിജയൻ, ഈ വീണ വിജയൻ്റെ കമ്പനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി. എന്നാൽ എന്തിനാണ് നൽകിയത് എന്നുള്ള അടുത്ത ചോദ്യത്തിനുള്ള അന്വേഷണത്തിന് പോയപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ IT സൊല്യൂഷൻസ് കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് യാതൊരുവിധ സേവനങ്ങളും ഈ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സേവനമൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും കൃത്യമായി ഒരു തുക ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ട്, അതായത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൃത്യമായി പണം എത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതുകൊണ്ടാണ് അതിനെ മാസപ്പടി എന്നെല്ലാവരും വിളിച്ചത്. കൃത്യമായി ഒരു തുക മാസത്തിൽ എത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇനി ഇത് അന്വേഷിച്ചത്, ഇനി അന്വേഷണങ്ങളപ്പം ഇങ്ങനെ ഒരു കേസ് വരുന്നു, അന്വേഷണം പുരോഗമിക്കുന്നു. അപ്പോൾ അങ്ങനെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO, അപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഓഫീസ് അന്വേഷണം നടത്തിയപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന വീണ വിജയന് ഈ സാമ്പത്തികമായ ഇടപാടിൽ വളരെ കാര്യപ്പെട്ട പങ്ക് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് വ്യക്തമായ ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് എന്നും ഇക്കാര്യത്തിലെല്ലാം വീണ വിജയന് പങ്കുണ്ടെന്നും ഈ ഒത്തുകളിയിലെല്ലാം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും വളരെ SFIOയ്ക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ SFIOയുടെ കണക്ക് പ്രകാരം വീണ ഈ മാസപ്പടി കേസിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ 11ാം പ്രതിയാണ് എന്ന് വരുന്നു. അപ്പോൾ പിന്നീട് ഈ പറയുന്ന പോലെ SFIO വീണ്ടും 2019 അന്വേഷണം നടത്തുന്നു. അപ്പോൾ ആ റെയ്ഡിൽ തങ്ങളുടെ ചെലവുകൾ പെരുപ്പിച്ച് കാണിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ്, അപ്പോൾ സ്വാഭാവികമായും ഏതൊരു കമ്പനിയും ചെയ്യുന്ന പരിപാടിയാണ് അത് നികുതി വെട്ടിപ്പ് നടത്തുക. അപ്പോൾ അങ്ങനെ നികുതി വെട്ടിപ്പ്, കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്ന് വെച്ചാൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം നടത്തിയിരുന്നു. അപ്പോൾ ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ ഒരു നികുതി വെട്ടിപ്പ് നടത്തി. നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം 182 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ വീണ അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പറയുന്ന അന്നേരം ഒരു റെയ്ഡ് നടത്തി. ഇപ്പോൾ വീണ വിജയൻ്റെ പങ്ക് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തുന്നു. അപ്പോൾ ആ നികുതി വെട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റെയ്ഡ് നടത്തിയ സമയത്താണ് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന വീണ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അപ്പം ഒരു വലിയ തുക കമ്പനിക്ക് അല്ലെങ്കിൽ CMRL എക്സാലോജിക്കിന് കൈമാറി എന്നുള്ളത് കണ്ടെത്തുന്നു. അപ്പോൾ ഈ CMRL കമ്പനി നൽകിയ തുക ബിസിനസ്സിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നൽകിയത് എന്ന്
അംഗീകരിക്കാൻ അപ്പോൾ ഒരു ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് വിസമ്മതിക്കുകയും ചെയ്തു. അപ്പം ചെയ്യാത്ത സേവനത്തിനാണ് പണം നൽകിയത് എന്ന് ഈ ബോർഡ്, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് നിരീക്ഷിക്കുകയും ചെയ്തതോടുകൂടി അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. അപ്പം ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡും കൂടി എത്തി, SFIO അന്വേഷിക്കുന്നു. ഇത് തുടക്കത്തിൽ നമുക്ക് അറിയാവുന്ന പോലെ ഈ പറയുന്ന പോലെ തുക ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ത്രൂ കൈമാറിയിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി ഈ രീതിയിലാണ്. അപ്പം ഇതിൽ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന SFIO കോടതിയിൽ ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇപ്പം ഈ രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ വീണ വിജയനിലേക്ക് കുറേ കോടിക്കണക്കിന് രൂപ ഫണ്ട് വെട്ടിക്കുന്നതിൻ്റെ ഭാഗമായി ഇനി നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ CMRL കമ്പനി ഇതിൽ മാത്രമല്ല, വീണ വിജയൻ്റെ കമ്പനിക്ക് മാത്രമല്ല മറ്റു പല കമ്പനികൾക്കും ഈ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതായത് തങ്ങളുടെ നിലവിലുള്ള ഈ പറയുന്ന നികുതി വെട്ടിപ്പിൻ്റെ ഭാഗമായി 182 കോടി രൂപയുടെ നികുതി വെട്ടിപ്പിൻ്റെ ഭാഗമായി ഈ നിലയ്ക്ക് പല കമ്പനികളെയും CMRL ഇങ്ങനെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുമായി അടുപ്പമുണ്ടായതുകൊണ്ടാണ് വീണ വിജയൻ്റെ ഈ കമ്പനിയുമായി ഇത്തരത്തിലൊരു സഹകരണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് ശശിധരൻ കർത്ത തന്നെ 2024 ഏകദേശം 2 വർഷത്തിന് മുമ്പും നൽകിയ മൊഴിയും കൂടി പുറത്തു വരുമ്പോൾ ഇതൊരു വലിയ ഫ്രോഡ് പരിപാടി, അല്ലെങ്കിൽ ഈ കേരളത്തെ പിടിച്ചു കുലുക്കാൻ മാത്രം ശക്തിയുള്ള ഒരു വലിയ അഴിമതി കഥയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. പിന്നീട് ഇദ്ദേഹം ഇനി ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇനിയിപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്.